നമസ്കാരം. റാഷണൽ നമ്പേഴ്സിന്റെ തേർഡ് പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് റോൾ ഓഫ് സീറോ എന്നുള്ളതാണ്. റോൾ ഓഫ് സീറോയുടെ റോൾ എന്താണ്? ഓക്കെ, സോ 5ന്റെ കൂടെ ഞാൻ ഒരു നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട്. സോ അപ്പൊ എനിക്ക് 5 തന്നെ കിട്ടണം. സോ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തായിരിക്കും ആഡ് ചെയ്യേണ്ടത്? 5ന്റെ കൂടെ 1 ആഡ് ചെയ്താൽ 6 കിട്ടുള്ളൂ. സോ 5 പ്ലസ് a is equal to 5. സോ ആ എയുടെ സ്ഥാനത്ത് ഞാൻ എന്ത് കൊടുക്കുന്നു? 0. 5ന്റെ കൂടെ 0 ആഡ് ചെയ്താൽ എന്ത് കിട്ടത്തുള്ളൂ? 5 കിട്ടത്തുള്ളൂ. സോ 0 ഈസ് കാൾഡ് ദ ഐഡന്റിറ്റി ഫോർ അഡിഷൻ ഓഫ് റാഷണൽ നമ്പേഴ്സ്. അതല്ലെങ്കിൽ 0 ഈസ് ആൻ അഡിറ്റീവ് ഐഡന്റിറ്റി. ഇത് നമ്മൾ മനസ്സിലറിഞ്ഞിരിക്കണം. ഓക്കെ, ഇത് നോക്കുക. 0 ഈസ് കാൾഡ് ദ അഡിറ്റീവ് ഐഡന്റിറ്റി. നോക്കി, -2/3 പ്ലസ് 0യും എന്ത് തന്നെയാണ്? -2/3. അപ്പൊ ഒരു റാഷണൽ നമ്പറിനൂടെ എന്ത് ആഡ് ചെയ്താൽ ആ സെയിം റാഷണൽ നമ്പർ തന്നെ കിട്ടും? 0. സോ അതാണ് സീറോയുടെ റോള്. സീറോയ്ക്ക് നമ്മൾ എന്താണ് പറയുന്നത്? 0 ഈസ് ആൻ അഡിറ്റീവ് ഐഡന്റിറ്റി. സോ ആ വേർഡ് ഓർത്തിരിക്കുക, അഡിറ്റീവ് ഐഡന്റിറ്റി. അപ്പൊ ഇത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. റോൾ ഓഫ് 1. ഓക്കെ, 7/2 ഇൻറ്റു എ is equal to 7/2. അങ്ങനെ വരണമെങ്കിൽ എക്ക് എന്ത് വാല്യൂ കൊടുക്കണം? എക്ക് 1 കൊടുത്താൽ മാത്രമേ 7/2 കിട്ടത്തുള്ളൂ. സോ ഈ എനെ പറയുന്ന പേരാണ് എ ഈസ് കാൾഡ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി. സോ എക്ക് വരെ എന്താ നമ്മൾ കൊടുത്തേക്കുന്നത്? 1. സോ 1 ഈസ് കാൾഡ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ഓഫ് റാഷണൽ നമ്പേഴ്സ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഒരു റാഷണൽ നമ്പറിന്റെ കൂടെ എന്ത് ആഡ് ചെയ്താൽ ആ സെയിം റാഷണൽ നമ്പർ തന്നെ കിട്ടും? 0. സോ 0 അതുകൊണ്ട് അഡിറ്റീവ് ഐഡന്റിറ്റി എന്നും 1നെ നമ്മൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എന്നാണ് പറയുന്നത്. കാരണം ഒരു റാഷണൽ നമ്പറിന്റെ കൂടെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സെയിം റാഷണൽ നമ്പർ തന്നെ കിട്ടും? 1. Therefore 1ന് നമ്മൾ എന്താ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഈ രണ്ട് സെന്റൻസ് മറന്നുപോലും. അതാണ് റോൾ ഓഫ് 0യും റോൾ ഓഫ് 1. അപ്പൊ പേരുകൾ മറന്നുപോയാൽ പ്രശ്നമാണ്. അതുകൊണ്ട് വൃത്തിയായിട്ട് എഴുതിയെടുക്കുക, ഇടയ്ക്കിടയ്ക്ക് എടുത്തു വെച്ച് വായിക്കുക. ഇനി മുതൽ നമ്മൾ പ്രോബ്ലംസ് ചെയ്തു തുടങ്ങുവാണ് അടുത്തതായിട്ട്. അപ്പൊ ഇത്രയും പറഞ്ഞ തിയറി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പ്രോബ്ലത്തിലേക്ക് പോകാം. അതിൽ ഫസ്റ്റ് നെഗറ്റീവ് ഓഫ് എ നമ്പർ. അതിനെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്നും വിളിക്കുന്നുണ്ട്. അഡിറ്റീവ് ഇൻവേഴ്സ്. നെഗറ്റീവ് ഓഫ് എ നമ്പറിനെ തന്നെയാണ് എന്തെന്ന് പറയുന്നത്? അഡിറ്റീവ് ഇൻവേഴ്സ്. അപ്പൊ അത് രണ്ടും കൂടെ തിരിഞ്ഞു പോയത് മനസ്സിലുണ്ടാവണം. ഓക്കെ, ഇത് എങ്ങനെയാ കിട്ടുന്നതെന്ന് ചോദിച്ചാൽ, നമുക്ക് തന്നിരിക്കുന്ന നമ്പറിന്റെ സൈൻ ചേഞ്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ നെഗറ്റീവ് ഓഫ് എ നമ്പർ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, ഇത് എങ്ങനെ കിട്ടുന്നതെന്ന് ചോദിച്ചാല് തന്നിരിക്കുന്ന നമ്പറിന്റെ സൈൻ ചേഞ്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് അഡിറ്റീവ് ഇൻവേഴ്സ് അല്ലെങ്കിൽ നെഗറ്റീവ് ഓഫ് എ നമ്പർ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നോക്കേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ 5/6. അപ്പൊ 5/6ന്റെ നെഗറ്റീവ് മീൻസ് ഒരു മൈനസ് സൈൻ ഇട്ട് കൊടുത്താൽ സൈൻ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇത്രേ ഉള്ളൂ. ഇവിടെ എന്തായിരുന്നു? പ്ലസ് ആയിരുന്നു. ഇവിടെ പ്ലസ് ആയിരുന്നു. ഇവിടെ എത്തിയപ്പോ അത് എന്തായി മാറി? മൈനസ് ആയി മാറി. ഇത്രേ ഉള്ളൂ. അപ്പോ 5/6ന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ആണ് -5/6 എന്ന് നമുക്ക് പറയാം. നെഗറ്റീവ് ഓഫ് എ നമ്പർ ആണ് കണ്ടുപിടിച്ചത്. ഇതിനെ 5/6ന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ആണ് -5/6 എന്ന് പറയാം. കാരണം എന്താന്ന് ചോദിച്ചാല് നമ്മുടെ ടെക്സ്റ്റിൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഫൈൻഡ് ദ അഡിറ്റീവ് ഇൻവേഴ്സ് എന്നൊക്കെ ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പൊ ഫൈൻഡ് ദ നെഗറ്റീവ് ഓഫ് എ നമ്പർ എന്ന് തന്നെ ചോദിക്കണമെന്നില്ല, അഡിറ്റീവ് ഇൻവേഴ്സ് എന്നും ചോദിക്കാം. ഓക്കെ, അപ്പൊ എന്ത്? സൈൻ ചേഞ്ച് ചെയ്താൽ മതി. ഇനി അതിനൊരു എക്സാമ്പിൾ ഉണ്ട്. നോക്കേ, ഇത് തമ്മി ഈ രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. കാരണം ഇത് 5/6 പോസിറ്റീവ് ആണ്, ഇത് നെഗറ്റീവ് 5/6. അപ്പൊ പോസിറ്റീവ് നെഗറ്റീവ് നമ്പേഴ്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്തായി പോകും? 0 കിട്ടും. അതുകൊണ്ടാണ് 5/6ന്റെ സൈൻ ചേഞ്ച് ചെയ്ത് കിട്ടുന്ന -5/6നെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ അഡിറ്റീവ് ഇൻവേഴ്സ് എന്താണ്? ഒരു നമ്പറിലൂടെ വേറെ ഏത് നമ്പർ ആഡ് ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട് 0 ആവുന്നെന്ന് നോക്കും. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കേ, എ എന്ന് പറഞ്ഞ നമ്പർ, അതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ -a ആണ്. കാരണം എയുടെ കൂടെ -a ആഡ് ചെയ്താലേ എന്ത് കിട്ടത്തുള്ളൂ? 0 കിട്ടത്തുള്ളൂ. സോ നമുക്ക് ഇങ്ങനെ പറയാം, -a ഈസ് കാൾഡ് ദി അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് എ എന്നോ
തിരിച്ചും പറയാം, എ ഈസ് കാൾഡ് ദി അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് മൈനസ് എ എന്നും ഒക്കെ നമുക്ക് പറയാം. അപ്പം അഡിറ്റീവ് ഇൻവേഴ്സ് എന്താന്ന് മനസ്സിലായില്ല. ഒരു നമ്പറിനോട് എന്ത് ആഡ് ചെയ്താൽ 0 കിട്ടും, അതാണ് അഡിറ്റീവ് ഇൻവേഴ്സ്. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ എഴുതുവാണ്, നിങ്ങൾ ഇതിനൊക്കെ എഴുതി വെക്കുക. അഡിറ്റീവ് ഇൻവേഴ്സ് ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത എളുപ്പമായിരിക്കും. -5/6 സൈൻ ചേഞ്ച് ചെയ്യണ്ടേ? ഇവിടെ മൈനസാ, അപ്പുറത്ത് വരുമ്പോ വീണ്ടും ഒരു മൈനസ് ഉണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി, അതെന്തായി പോവും? പ്ലസ് ആയിക്കോളും. ദാറ്റ് ഈസ് 5/6. ഓക്കെ, അപ്പോ ഇവിടെ ഓൾറെഡി മൈനസ് ആയിരുന്നു, ഒരു മൈനസും കൂടെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്തു, അപ്പുറത്ത് ഇവിടെ വരുമ്പോഴത്തേക്ക് എന്താവും? +5/6. അല്ലെങ്കിൽ തന്നെ ഡയറക്റ്റ് ഇങ്ങനെ എടുത്ത് എഴുതിയാൽ മതി. -5/6 എന്തെന്ന് എഴുതിയാൽ മതി? 5/6 എടുത്ത് എഴുതിയാൽ മതി. പക്ഷെ ചില പ്രോബ്ലംസ് വരുമ്പോൾ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഈ കേസ് നോക്കിയാൽ അങ്ങനെ തന്നെയാണ്. +5/6 മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് അതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് കിട്ടിയത്. അപ്പൊ -5/6 മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്? അഡിറ്റീവ് ഇൻവേഴ്സ് കിട്ടുന്നത്. അങ്ങനെ വേണമെങ്കിൽ കരുതി വെക്കാം. എനിവേ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അടുത്തതായിട്ട് നമ്മൾ എക്സസൈസ് 1.1 പ്രോബ്ലത്തിലേക്ക് അങ്ങ് എൻറ്റർ ചെയ്യുവാണ്. ഓക്കെ, അപ്പൊ ഇത് എഴുതിയെടുക്കാം. ശ്രദ്ധിക്കുക, നമ്മൾ എക്സസൈസ് പ്രോബ്ലത്തിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് തന്നെ നമുക്ക് എക്സാമ്പിൾ ഒരു പ്രോബ്ലം കിട്ടിയായിരുന്നു. എക്സാമ്പിൾ 3 ഈ സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ടെക്സ്റ്റിൽ തന്നെയാണ് റൈറ്റ് ദ അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് ദ ഫോളോയിങ്. ഓക്കെ, അറിയാലോ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? സൈൻ ചേഞ്ച് ചെയ്താൽ മതി. ഓക്കെ, സോ 7/19 ആണ് ക്വസ്റ്റ്യൻ. ADIN എന്ന് എഴുതിയിരിക്കുന്നത് അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് ചുരുക്കി ഞാൻ എഴുതിയേക്കുവാണ്. സോ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് വെച്ചാൽ -7/19 ആണ്. ഓക്കെ അല്ലേ? ചെക്ക് ചെയ്യാം. 7/19 ഇതും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 0 വരുന്നുണ്ട്. സോ 7/19 പ്ലസ് -7/19 is equal to 0. സോ അഡിറ്റീവ് ഇൻവേഴ്സ് എന്താണ്? ഇതാണ് അഡിറ്റീവ് ഇൻവേഴ്സ്. 21/112 അതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്താണ്? -21 എത്ര? 112. കൂട്ടി നോക്കാം. 21/112 പ്ലസ് -21/112 is equal to എത്ര? 0. ഇവിടെ ശ്രദ്ധിച്ചാൽ മതി. ഇത് എങ്ങനെയാ 0 ആവുമെന്ന് വെച്ചാല് 21/112 പ്ലസ് മൈനസും കൂടി മൈനസ് ആയി പോകും. ശ്രദ്ധിക്കുക, ഈ പ്ലസും ഈ മൈനസും കൂടെ മൈനസ് ആയി പോകും. 21/112 is equal to എത്ര? 0. അറിയാലോ, സെയിം മീൻസ് സബ്ട്രാക്ട്. അതുപോലെ തന്നെ ഇവിടെയാണ് ഈ മൈനസും പ്ലസും കൂടെ എന്താവും? പ്ലസ് മൈനസ് കൂടെ മൈനസ് 7/19 is equal to എന്ത് വരും? 0 കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങൾ നെഗറ്റീവ് ഓഫ് എ നമ്പർ എന്ന് ചോദിച്ചാലും അഡിറ്റീവ് ഇൻവേഴ്സ് ചോദിച്ചാലും എഴുതേണ്ട എങ്ങനെയാണ്? സൈൻ മാറ്റി എഴുതുക, അല്ലെങ്കിൽ ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത് എഴുതിയെടുക്കുക. ഫൈനലി കുറെ തിയറി ഒക്കെ പറഞ്ഞതിന് ശേഷം നമ്മൾ എക്സസൈസ് ക്വസ്റ്റ്യനിൽ എത്തിയിരിക്കുകയാണ്. എക്സസൈസ് 1.1 ക്വസ്റ്റ്യൻ നമ്പർ 2. write the additive inverse of the following. Okay, 2/8 ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 2/8 ന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് AI മീൻസ് എന്താണ്? അഡിറ്റീവ് ഇൻവേഴ്സ് ആണ്. സോ -2/8 ആണ് അതിന്റെ എന്ത്? അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ -5/9. ഓക്കെ, അപ്പൊ അതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ഇതാണ്ട് ഇവിടെ വരുന്നുണ്ട്. എത്രയാണ്? 5/9. അപ്പൊ ഞാൻ ഇതിന്റെ താഴെ എന്താണ് എഴുതിയേക്കുന്നത്? അതായത് 2/8ഉം അതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സും കൂടി ആഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? നമുക്ക് 0 കിട്ടുന്നുണ്ട്. അപ്പം നോക്കിയേ, 2/8ഉം അതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ആയിട്ടുള്ള -2/8ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ ആൻസർ എത്രയാണ്? 0 ആണ്. അതാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് എഴുതണമെന്ന് നിർബന്ധമില്ല. സിമിലർലി ഇവിടെ എത്ര? -5/9ഉം 5/9ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര? 0. അപ്പൊ ഒരു നമ്പറും അതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സും കൂടി ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. ഓക്കെ, അടുത്ത -5. ഈ ഒരു കേസ് വളരെ ശ്രദ്ധിക്കണം. -6/5. ഈ മൈനസും എന്തായി പോകും? ശരിക്കും ക്യാൻസൽ ആയി പോകും. എന്നിട്ട് അതിന്റെ ഒറിജിനൽ ഫോം എന്താണ്? 6/5 എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൈനസ് ഉണ്ടെങ്കിൽ ഒരു റാഷണൽ നമ്പറിന്റെ അതിന്റെ എന്തായി പോകും? കട്ടായി പോകും. അതെന്തായി പോകും? 6/4. ഇതാണ് അതിന്റെ ഒറിജിനൽ ഫോം എന്ന് പറയുന്നത്. ഇനി അതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എടുക്കുമ്പോഴത്തേക്ക് എന്ത് വരും? നമുക്ക് -6/5 വരും. ഓക്കെ, അടുത്തതായിട്ട് 2/-9 എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ശ്രദ്ധിക്കുക, ഈ ഡിനോമിനേറ്ററിൽ മൈനസ് ഇടുക എന്നുള്ളത് നമ്മുടെ ഓപ്ഷൻ ആണ്. നമുക്ക് ന്യൂമറേറ്ററിൽ ഇടാം, ഡിനോമിനേറ്റർ ഇടാം. എവിടെ ടൈം സെയിം തന്നെയാണ്.
അപ്പോ ഞാൻ അതിനെ ന്യൂമറേറ്ററിൽ ഇട്ടു. അതങ്ങനെയാണോ എഴുതുന്നതാണോ ഒരു ഭംഗി. ഓക്കെ അല്ലെ? അപ്പം 2/-9 -2/9 എഴുതിയാലും സെയിം തന്നെയാണ്. അതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ മൈനസ് മാറി 2/9 ആയി. അപ്പൊ സൈൻ ചേഞ്ചിലുപരി നമുക്ക് അഡിറ്റീവ് ഇൻവേഴ്സ് കിട്ടണമെങ്കിൽ ഒരു മൈനസ് ഉണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അങ്ങനെയും നമുക്ക് ചെയ്യാം. ഓക്കെ, ഓർത്ത് വെച്ചോണം അത്. കാര്യം -2/9 ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അത് എന്തായി പോകും? 2/9 ആയിക്കോളും. അതുപോലെ തന്നെ സെയിം കേസ് 19/-16 19/-6 അതിന് നമുക്ക് -19/6 എന്ന് എഴുതിക്കൂടെ? അതിനൊരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായി പോകും? മൈനസ് ക്യാൻസൽ ആകും. +19/6. സോ +19/6 ആണ് അതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നെ ടെക്സ്റ്റിലുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം പഠിച്ചതെന്ന് പറഞ്ഞാൽ എന്താണ്? നെഗറ്റീവ് ഓഫ് എ നമ്പർ എന്നാണ് നമ്മൾ ഹെഡിങ് പഠിച്ചത്. പക്ഷെ ക്വസ്റ്റ്യൻ വന്ന എങ്ങനെ? ഫൈൻഡ് ദ അഡിറ്റീവ് ഇൻവേഴ്സ്. അപ്പൊ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെച്ചേക്കാം, നെഗറ്റീവ് ഓഫ് എ നമ്പർ ഇസ് ഈക്വൽ ടു എന്തോന്ന്? അഡിറ്റീവ് ഇൻവേഴ്സ്. ഓക്കെ ഓക്കെ അടുത്തൊരു സെക്ഷൻ ശ്രദ്ധിക്കുക. റെസിപ്രോക്കൽ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. ഓക്കെ, വേർഡ്സ് എല്ലാം പുതിയതാണ്, ശ്രദ്ധിച്ചോണം. റെസിപ്രോക്കൽ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. അപ്പൊ ടു ഗെറ്റ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് എ നമ്പർ ഇന്റർചേഞ്ച് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ. അപ്പൊ ഈ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കൂടി എന്ത് ചെയ്ത് കൊടുത്താൽ മതി? ഇന്റർചേഞ്ച് ചെയ്ത് കൊടുത്താൽ എന്ത് കിട്ടും? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കിട്ടും. നോക്കിക്കേ, 6/5 അതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5/6. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എന്ത് ചെയ്തു? ചേഞ്ച് ചെയ്ത് കൊടുത്തു. അപ്പൊ 6 ഇവിടെ താഴെ വന്നു, 5 എന്തോ മേളിൽ വന്നു. ഓക്കെ, അപ്പൊ അതെന്താണ് അങ്ങനെ എന്ന് ചോദിച്ചാല് ഇതിന്റെ രണ്ടിന്റെയും കൂടെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ആൻസർ എത്ര വരും? 1 വരും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു നമ്പർ എ, ഓക്കെ, അതിന്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ 1 വരും? അതാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. സോ ഇവിടെ എന്തുണ്ട്? 1/a. സോ a into 1/a is equal to 1. അപ്പോ ഈ 1/a നമ്മൾ എന്ത് പറയുന്നത്? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ എയുടെ കൂടെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1 കിട്ടും? 1/1. അപ്പോ അതിനെയാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും എന്ത് ചെയ്താൽ മതി? ഇന്റർചേഞ്ച് ചെയ്താൽ മതി. നേരെ തിരിച്ച് അഡിറ്റീവ് ഇൻവേഴ്സ് ഉണ്ടായിരുന്നു നേരത്തെ ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ഓഫ് എ നമ്പർ, അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? സൈൻ ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. നമുക്ക് ഇതിന്റെ കുറച്ച് പ്രോബ്ലം ചെയ്തിട്ട് അത് രണ്ടും കൂടെ മിക്സ് ചെയ്തൊരു ചെറിയ ചാർട്ട് ഉണ്ടാക്കാം. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ മാറി കിട്ടും. അപ്പൊ ഇത് എഴുതിയെടുക്കാം. നമുക്ക് ഇനി എക്സസൈസിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം. സോ റെസിപ്രോക്കൽ ഓഫ് അല്ലെങ്കിൽ എന്തുവാ? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് റാഷണൽ നമ്പേഴ്സ്. ഓക്കെ, എഴുതിയെടുക്കുക. അടുത്തായിട്ട് അപ്പൊ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. എക്സസൈസ് 1.1 ക്വസ്റ്റ്യൻ നമ്പർ 4. ഓക്കെ, ഇതാണ് ഫൈൻഡ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് ദി ഫോളോയിങ്. അപ്പൊ ഇവിടെ നമുക്ക് -13 ആണ് ആദ്യമായിട്ട് തന്നിരിക്കുന്നത്. അപ്പൊ -13ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ സൈൻ ഒന്നും ചേഞ്ച് ചെയ്ത് കളയരുത്. അറിയാലോ, സൈൻ ചേഞ്ച് ചെയ്യുന്നത് അഡിറ്റീവ് ഇൻവേഴ്സിനാണ്. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സിൽ എന്ത് മതി? ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഇന്റർചേഞ്ച് ചെയ്താൽ മാത്രം മതി. ഓക്കെ ഓക്കെ അപ്പൊ ഇവിടെ 13 -13ന്റെ നമുക്ക് -13നെ -13/1 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഇത് തന്നെയാണ് ശരിക്കും എന്ത്? ഇത് -13/1 ആണ്. സോറി, -13 തന്നെയാണ് -13/1 എന്ന് പറയുന്നത്. ഇതിനെ ഇന്റർചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും? 1/-13 എന്ന് കിട്ടും. സോ ഇതാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. 1/-13. മൈനസ് നമ്മൾ താഴെ ഇടണോ ന്യൂമറേറ്റർ ഇടണോ എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യാം. നമ്മൾ ന്യൂമറേറ്റർ എടുക്കുവാണെങ്കിൽ 1/-13 എന്നുള്ളതാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. ഓക്കെ, അത്രേ ഉള്ളൂ. -13 അതിന്റെ അർത്ഥം -13 ഡിവൈഡ് ബൈ 1 ഉണ്ട്. എല്ലാ നമ്പേഴ്സിന്റെയും ഡിനോമിനേറ്ററിൽ എന്തുണ്ട്? 1 ഉണ്ട്. അപ്പൊ അതിനെ തിരിച്ചിടുമ്പോൾ -13/1നെ തിരിച്ചിടുമ്പോൾ 1/-13 വരും. ആ മൈനസിനെ മുകളിൽ എടുക്കുമ്പോൾ -1/13. അതാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതൊരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. -13/19 അതിനെ തിരിച്ചിടുമ്പോൾ 19/-13 മൈനസ് മുകളിൽ എടുക്കുമ്പോൾ എത്രയാണ്? -19/13. ഇതാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. ഓക്കെ,
തേർഡ് ക്വസ്റ്റ്യൻ 1/5 തിരിച്ചിടുമ്പോ എത്രയാണ് 5/1 എന്ന് വരും. 1 ഡിനോമിനേറ്റർ ഉണ്ടെങ്കിൽ പറയേണ്ട ആവശ്യമില്ല. 5/1 എന്ത് തന്നെയാണ്? 5 തന്നെയാണ്. ഓക്കെ, സോ 5 ഈസ് ദ ആൻസർ. ഫോർത്ത് ക്വസ്റ്റ്യൻ ഇവിടെ ശ്രദ്ധിക്കുക, ഒറ്റ നമ്പർ അല്ല, ഫ്രാക്ഷൻ അല്ല ഇവിടെ തന്നിരിക്കുന്നത്, രണ്ട് ഫ്രാക്ഷൻസ് തന്നിട്ടുണ്ട്. -5/8 ഇൻറ്റു -3/7. അപ്പൊ അതിനെ സോൾവ് ചെയ്യണം. ആദ്യമേ ശ്രദ്ധിക്കുക, മൈനസും മൈനസും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായി പോവും? പ്ലസ് ആവും. സോ -5 ഇൻറ്റു -3 പ്ലസ് 15 ആണ് വരുന്നത്. സോ അതിവിടെ എഴുതി. 8 7s are 56. ഇനി ഇതിന്റെ എന്താണ് എടുക്കേണ്ടത്? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ് എടുക്കേണ്ടത്. അല്ലാതെ ഇവിടെ നല്ല ചെയ്യേണ്ടത് ഇതിനെ സോൾവ് ചെയ്ത് ഒറ്റ ഫ്രാക്ഷൻ ആക്കി മാറ്റിയതിനു ശേഷം അതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എടുക്കുമ്പോഴത്തേക്ക് 15/56 തിരിഞ്ഞു വരുമ്പോൾ എന്താവും? 56/15 വരും. ഇതാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത കേസ് നോക്കുവാണെങ്കിൽ -1. ഇത് വളരെയധികം ശ്രദ്ധിച്ചു തരണം, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സിന് ചോദിക്കുന്നതാണ്. ഓക്കെ, സോ -1നെ നമുക്ക് -1/1 എന്ന് എഴുതാം. ഏതൊരു നമ്പറിന്റെ ഡിനോമിനേറ്ററിൽ എന്തുണ്ട്? 1 ഉണ്ട്. ഓക്കെ, ഇനി ചെയ്യാനുള്ളത് നമ്മൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എടുക്കുമ്പോൾ റെസിപ്രോക്കൽ തിരിച്ചിട്ടാ പോരെ. തിരിച്ചിടുമ്പോ എന്ത് കിട്ടും? ഈ -1 താഴെ വരും, 1 മേളിൽ വരും. സോ ഇതാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. നമുക്കറിയാലോ, മൈനസിന് നമുക്ക് മുകളിലോട്ട് എഴുതാമല്ലോ. അത് മുകളിലോട്ട് ഇടുമ്പോൾ വീണ്ടും എന്തായി? -1/1 എന്നായി. -1/1 എന്ത് തന്നെയാണ്? -1. ദാറ്റ് ഈസ് അവർ ആൻസർ. സോ നമ്മുടെ ക്വസ്റ്റ്യനും ആൻസറും ഒന്ന് തന്നെയാണ്. സോ -1ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എടുക്കുമ്പോൾ എന്ത് തന്നെ വരുന്നുണ്ട്? -1 തന്നെ വരുന്നുണ്ട്. അതായിരിക്കും നമ്മുടെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സിന് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻസ്. അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് -1 ഈസ് ഡാഷ്, അങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇത്രേ ഉള്ളൂ. -1ന്റെ ഡിനോമിനേറ്റർ 1 ഉണ്ട്, ദാറ്റ് ഈസ് -1/1. അതിന്റെ തിരിച്ചിടുമ്പോൾ 1/-1, മൈനസ് അങ്ങ് മേളിൽ പോകുമ്പോൾ -1/1, ദാറ്റ് ഈസ് -1. അത് തന്നെയാണ് ക്വസ്റ്റ്യനും. സോ അപ്പൊ ചേഞ്ച് ഒന്നുമില്ല. സോ അപ്പൊ നമ്മളിപ്പോ ചെയ്തത് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സിന്റെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, എഴുതിയെടുക്കാം. ശ്രദ്ധിക്കുക, നമ്മൾ ഈ ലാസ്റ്റ് പറഞ്ഞ രണ്ട് സെക്ഷൻസിൽ ഒരുപാട് തെറ്റുകൾ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്നത്. തിരിഞ്ഞു പോരുത്. നെഗറ്റീവ് ഓഫ് എ നമ്പർ അല്ലെങ്കിൽ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ സൈൻ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ഫോർ എക്സാമ്പിൾ, എയുടെ ആണെങ്കിൽ എന്തായി മാറും? -a. -a ആണെങ്കിൽ എന്തായി മാറും? +a ആയി മാറും. ഓക്കെ, അത് മാത്രമേ ഉള്ളൂ. റെസിപ്രോക്കൽ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ ഇന്റർചേഞ്ചിങ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ മാത്രമേ ഉള്ളൂ. അവിടെ സൈൻ ചേഞ്ച് ചെയ്ത് വെച്ച് കളയരുത്. ഓക്കെ, അപ്പൊ നോക്കേ, a/b ആണെങ്കിൽ അതെന്തായി മാറും? b/a ആവും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പം -a/b ആണെങ്കിൽ അത് -b/a എന്ന് മാത്രമേ ഉള്ളൂ. വേറെ കാര്യങ്ങളൊന്നുമില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ മാത്രം സൈൻ നമ്മൾ ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ ഈ നമ്പറിനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുള്ള റിസൾട്ട് വേണം അപ്പുറത്തെ എഴുതാനായിട്ട്. ഇവിടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എന്ത് ചെയ്യുക? ഇന്റർചേഞ്ച് ചെയ്ത് എഴുതുക. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതൊന്ന് പ്രത്യേകം എഴുതി സൂക്ഷിക്കുക. പിന്നെ ഇതിനകത്ത് ഒരു ക്ലൂവേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ബുക്ക് മറിച്ച് നോക്കുന്ന ആൾക്കാർക്ക് ഇത് തിരിഞ്ഞു പോകത്തില്ല, നോക്കാത്ത ആൾക്കാർക്ക് ഇത് തിരിഞ്ഞു പോകും. സ്വാഭാവികമായിട്ടും അവരത് ഒരു എക്സ്ക്യൂസ് ആയിട്ട് തന്നെ മാറിപ്പോയി എന്നുള്ള എക്സ്ക്യൂസ് പറയുകയും ചെയ്യും. സോ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കുക, ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പൊ ഇത് എഴുതിയെടുക്കാം. അടുത്തതായിട്ട് ശ്രദ്ധിക്കുക, ഒരു സെക്ഷനാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓവർ അഡിഷൻ ഫോർ റാഷണൽ നമ്പേഴ്സ്. അപ്പോ ഈ ഒരു സെക്ഷൻ വളരെയധികം ശ്രദ്ധിച്ചിരിക്കുക. എന്നിരുന്നാൽ മാത്രമേ ഈ ചാപ്റ്ററിലെ ചില പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമ്മൾ പ്രോപ്പർട്ടീസ് എടുത്ത് എഴുതുമ്പോൾ അതെങ്ങനെ വന്നു നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പം പ്രോബ്ലംസ് എല്ലാം ഈസിയാണ് ഈ ചാപ്റ്ററിൽ. അപ്പൊ ഇങ്ങനെയുള്ള തിയറികൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നേ പറ്റും. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി നമ്മൾ ഇതുവരെ കേട്ടിട്ടുണ്ടാവില്ല. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓവർ അഡിഷൻ ഫോർ റാഷണൽ നമ്പേഴ്സ്. അപ്പൊ അതൊന്നും കണ്ട് ടെൻഷൻ ആവണ്ട. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്ന് മാത്രം ഓർത്തിരുന്നാൽ മതി. ഇതാണ് എക്സാമ്പിൾ നോക്കേ. 3 × 6 + 5. ഇവിടെ ഒരു ഇൻറ്റു ഇട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. 3 × 6 + 5. അപ്പൊ നമുക്ക് 6ഉം 5ഉം കൂടെ ആദ്യം ആഡ് ചെയ്യാം. എത്ര കിട്ടും? 11. പിന്നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3 × 11 33. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു ഇൻറ്റു ഇല്ലെന്നേ ഉള്ളൂ. ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പം ആൻസർ 33. ഇനി നേരെ തിരിച്ച് ഇത് വേറൊരു രീതിയിൽ നമുക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ സെയിം ഞാൻ ഇവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. 3 × 6 + 5.
ഈ 6ഉം 5ഉം കൂടെ ആഡ് ചെയ്യുന്നില്ല, പകരം ഈ 3 കൊണ്ട് 6നെ മൾട്ടിപ്ലൈ ചെയ്യും. 3 into 6, എന്നിട്ട് പിന്നെന്താ ഉള്ളത്, പ്ലസ് സൈൻ, അതിനെ ഇതേ കണക്ക് താത്തിറക്കി, എന്നിട്ട് 3 കൊണ്ട് എന്തിനെ മൾട്ടിപ്ലൈ ചെയ്യും, 5നെ മൾട്ടിപ്ലൈ ചെയ്യും. ക്ലിയർ ആയോ? അപ്പൊ ശ്രദ്ധിക്കുക, 3 കൊണ്ട് ആദ്യം 6നെ മൾട്ടിപ്ലൈ ചെയ്യും, ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി, എന്നിട്ട് അടുത്ത എന്താ ഉള്ളത്, സൈൻ, അതേ കണക്ക് താത്തിറക്കും, എന്നിട്ട് 3 കൊണ്ട് ആരെ മൾട്ടിപ്ലൈ, 5നെ മൾട്ടിപ്ലൈ. ഓക്കെ, 3 6 are 18 പ്ലസ് അതേ കണക്ക് എഴുതി, അടുത്ത എന്താണ്, 3 5 are 15, 18 plus 15 33, അപ്പോഴും 18 plus 15 33, അപ്പോഴും എന്താണ് ആൻസർ, എന്താണ്, ശരിയാണ്. സോ ഇതിനെ പറയുന്ന പേരാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഓഫ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായല്ലോ. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക, എ ഇൻറ്റു ബി പ്ലസ് സി, എ ഇൻറ്റു ബി പ്ലസ് സി, ഈ ഇൻറ്റു ഇവിടെ വേണമെന്നില്ല, ഞാൻ എന്നാലും അങ്ങ് ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ ഈ ഒരു ഇൻറ്റു. എ ഇൻറ്റു ബി പ്ലസ് സി, എന്റെ അകത്തോട്ട് ബി ആയിട്ട് മൾട്ടിപ്ലൈ ആവും, അപ്പൊ എന്ത് കിട്ടും, എ ഇൻറ്റു ബി, പ്ലസ് സൈൻ അവിടെ ഇട്ടു, പിന്നെ ഏതിനെ എന്തോട്ട് മൾട്ടിപ്ലൈ ആവും, സി ആയിട്ട് മൾട്ടിപ്ലൈ ആവും, അപ്പൊ എത്ര കിട്ടും, എ ഇൻറ്റു സി. ചുരുക്കി പറഞ്ഞാൽ ഇത് തന്നെയാണ് ഇത്, എ ഇൻറ്റു ബി പ്ലസ് സി എന്ന് തന്നെ വായിക്കുന്നത്. അപ്പൊ അകത്തോട്ട് കയറുമ്പോൾ എ ഇൻറ്റു ബി, എ ബി, പ്ലസ് എ ഇൻറ്റു സി എത്ര, എ സി. അപ്പൊ ഇത് രണ്ടും എന്ത് തന്നെയാണ്, ഒന്ന് തന്നെയാണ്. അപ്പൊ ഇതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഓഫ് എന്തോന്ന്, മൾട്ടിപ്ലിക്കേഷൻ ഓവർ എന്ത്, അഡിഷൻ ഓഫ് എത്ര, റാഷണൽ നമ്പേഴ്സ്. അതെല്ലാം വിട്ടേക്ക്. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ എന്താ വരുന്നതെന്ന് വെച്ചാല്, ഇങ്ങനെ ഒരു സെക്ഷൻ വന്നെന്ന് നോക്കിക്കോ, എ ബി പ്ലസ് എ സി, ഇത് രണ്ടിലും എന്തുണ്ട്, എ ഉണ്ട്. അപ്പൊ ഇതൊരു ടേം ആണ്, ഇതൊരു ടേം ആണ്. ടേം എന്താണെന്നൊക്കെ ആദ്യമേ അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ അപ്പം ഈ രണ്ട് ടേംസിൽ എ നമ്മൾ ഔട്ട്സൈഡ് എടുക്കുവാണെങ്കിൽ, പുറത്തെടുക്കുവാണെങ്കിൽ ഇവിടെ പിന്നെ ബി എ ഉള്ളൂ, ഇവിടെ പിന്നെ എന്തുണ്ട്, സി. അപ്പൊ ഇതിൽ രണ്ടിൽ നിന്നും എ പുറത്തെടുത്താൽ ബാക്കി അപ്പം എ ഇൻറ്റു ഇട്ട് ബ്രാക്കറ്റും കൂടെ വരും, അത് കഴിഞ്ഞിട്ട് എത്ര, ബി പ്ലസ് സി എന്നാ വരുന്നത്. സോ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിന് നമുക്ക് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്ന് പറയാം. കാര്യം ഇത് തിരിച്ചകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, എ ഇൻറ്റു ബി, എ ബി, പ്ലസ് എ ഇൻറ്റു സി എത്ര, എ സി തന്നെ വരും. അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി തന്നെയാണ്, ഇത് അകത്തോട്ട് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ വരും, തിരിച്ചു ഇവിടുന്ന് പുറത്തെടുത്താൽ തിരിച്ചും വരും. ഓക്കെ, അതിന് കറക്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 5a പ്ലസ് 5b, 5a ഉണ്ട് 5b ഉണ്ട്, ഇത് രണ്ടിൽ നിന്നും 5നെ പുറത്തെടുത്താൽ 5 ഇൻറ്റു ഇവിടെ എ ഉണ്ട്, പ്ലസ് അതിനെ കിട്ടി ഇവിടെ എന്തുണ്ട്, ബി. അപ്പൊ ഇങ്ങനെ എഴുതുന്നതിന് പറയുന്ന പേരാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. അപ്പൊ നമ്മൾ ഇനിയുള്ള എക്സസൈസിലെ പ്രോബ്ലം ഒക്കെ ചെയ്തു വരുമ്പോൾ ഏത് പ്രോപ്പർട്ടിയാണ് അവിടെ യൂസ് ചെയ്തേക്കുന്നതെന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് എഴുതേണ്ടതായിട്ട് വരും ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഒക്കെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അറിഞ്ഞൂടെങ്കിൽ ആ ഒരു വീഡിയോ ഒന്നുകൂടെ എടുത്തതിന് ശേഷം അസോസിയേറ്റീവ് പ്രോപ്പർട്ടിക്കകത്ത് എന്താണ് ആ റൂൾ എഴുതിയേക്കുന്നതെന്നൊക്കെ നോക്കുക. അപ്പൊ ഇതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. എ ഇൻറ്റു ബി പ്ലസ് സി സിക്കൽ ടു എ ബി പ്ലസ് എ സി. തിരിച്ചും പറയണം, എ ബി പ്ലസ് എ സിനെ എ ഔട്ട്സൈഡ് എടുക്കുമ്പോൾ എന്തുവാ, എ ഇൻറ്റു ബി പ്ലസ് സി. ഓക്കെ, അപ്പൊ ഇതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതി. ഇത് പ്രോബ്ലം ചെയ്യുമ്പോൾ വരും. ഇത് ഏത് പ്രോപ്പർട്ടി ആണെന്നുള്ളത് സൈഡിൽ എഴുതിയിരുന്നുണ്ടെങ്കിൽ എന്ത് കിട്ടത്തില്ല, മാർക്ക് കിട്ടത്തില്ല. സോ അതുകൊണ്ട് ഈ സെക്ഷൻ ഓർത്ത് വെച്ചേക്കാം. ഇത് ഡയറക്റ്റ് ചെയ്യുന്നത്, ഇത് പ്രോപ്പർട്ടി വെച്ച് ചെയ്യുന്നത്, പിന്നെ അതിന് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്, പിന്നെ അത് ബോക്സിലിട്ട് തന്നേക്കുന്നത് പ്രോബ്ലം ചെയ്യുമ്പോൾ വരുമ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത്, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ആണെന്നുള്ളത്. അതൊന്നുകൂടെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. 5a പ്ലസ് 5b, രണ്ടിലും 5 ഉണ്ട്, അങ്ങനെ ഔട്ട്സൈഡ് എടുത്ത് എഴുതി കഴിഞ്ഞാൽ 5 ഇൻറ്റു എ പ്ലസ് ബി എന്ന് വരും. അതിന് നമ്മൾ എന്ത് പറയണം, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി നമ്മൾ പറയണം. ഇത്രയേ ഉള്ളൂ, വൃത്തിയായിട്ട് എഴുതിയെടുക്കുക.